15 വയസ്സാകുമ്പോ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായോ എന്നൊക്കെ ചിന്തിക്കും. ഇപ്പൊ നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം 18 വയസ്സായാൽ ഉടനെ നമ്മൾ നിക്കാഹ് ചെയ്തു കൊടുക്കുക. പെൺമക്കൾക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കണം 18 വയസ്സിന്. ആൺകുട്ടികൾക്ക് 22 വയസ്സാകുമ്പോ നിക്കാഹ് ചെയ്തു കൊടുക്കണം. ഉപ്പമാർ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് കുറെ കാലമായി പറയാൻ തുടങ്ങിയിട്ട്. ഈ വാൽ ഇങ്ങനെ കേൾക്കുന്ന ചെറുപ്പക്കാർ ഇത് ഉമ്മാക്ക് കൽപ്പിച്ചു കൊടുക്കണം, ഉപ്പാക്ക് കൽപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞൊക്കെ കമന്റ് വിടാറുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ചില ആളുകൾ എനിക്ക് അയച്ചു. എത്ര കാലം ഇത് പറയാ? നിങ്ങളെ കെട്ടിച്ചു കൊടുക്കേണ്ടത്. കുട്ടികൾ വന്നിട്ട് ഉപ്പ എന്നെ കെട്ടിച്ചേരി എന്ന് പറയില്ല, ഉമ്മ എന്നെ കെട്ടിച്ചേരി എന്ന് കുട്ടികൾ പറയില്ല. നിങ്ങളിത് തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടായാൽ തന്നെ ഒരു പരിധി വരെ പ്രേമവും പ്രണയവും ഒക്കെ മാറിക്കിട്ടും. 22 വയസ്സിൽ നിക്കാഹിപ്പിച്ചു കൊടുത്താൽ 22 അല്ല, ഇസ്ലാമിക നിയമപ്രകാരം പ്രായപൂർത്തി നിക്കാഹിപ്പിച്ചു കൊടുക്കണമെന്ന്. പ്രായപൂർത്തി എത്തുമ്പോഴാണ് ഒരു ആണിന് പെണ്ണിനോട് അട്രാക്ഷൻ തോന്നുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം സ്കൂൾ പഠനകാലം നിങ്ങൾ എല്ലാവരും ആലോചിക്കുക. സ്കൂളിൽ നമ്മള് ഒരു 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 8ാം ക്ലാസ് വരെ എന്താ ചെയ്യാന്നറിയോ? പെൺകുട്ടികളും ആൺകുട്ടികളും ശത്രുക്കളായിരിക്കും. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിലെ പെൺകുട്ടികളും ആൺകുട്ടികളും ശത്രുക്കളായിരിക്കും. അങ്ങോട്ട് ടെസ്റ്റർ എറിയും, മുടി പിടിച്ചു വലിക്കും, ടീച്ചർ വന്നാൽ പരാതി പറയും, കംപ്ലൈന്റ് പറയും, ചോക്കറിയും, അടിക്കും. ശത്രുക്കൾ തന്നെയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെ, ഇപ്പോഴത്തെ കാലത്ത് എനിക്കറിയില്ല. കുട്ടികൾ 1ാം ക്ലാസ് മുതൽ പ്രേമിക്കാൻ തുടങ്ങിയെന്ന് അറിയില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഭയങ്കര ശത്രുക്കളായിരിക്കും. എന്നാൽ ഒരു 8ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുമ്പോ നേരെ മാറി. ആൺകുട്ടികൾ തന്നെ 2 വിഭാഗീയത ഉണ്ടായി, 2 ടീമായി. പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നി. പെൺകുട്ടികൾ ആൺകുട്ടികൾ തമ്മിൽ അടിയില്ല. പരാതി പറയുന്നത് ആൺകുട്ടികൾ വേറൊരു ആൺകുട്ടിയായിരിക്കും, പെൺകുട്ടികളെ കുറിച്ച് പരാതി അറിയില്ല. +1 +2 എത്തുമ്പോ, ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോ പിന്നെയും മാറി. ആണും പെണ്ണും ഒന്നിച്ചിരിക്കാൻ